വിവാഹ ജീവിതം മനുഷ്യന് ഏറ്റവും അനിവാര്യമാണ്. എൻ്റെ തലമുറ ഇനി അങ്ങോട്ട് നിലനിൽക്കണം. അതോടൊപ്പം തന്നെ എൻ്റെ ഭാര്യയും ഞാനും തമ്മിലുള്ള സ്നേഹത്തിൻ്റെ ഒരു പ്രതിരൂപമായിട്ടാണ് ശരിക്കും ഓരോ കുഞ്ഞും ഈ ഭൂമിയിലേക്ക് വരുന്നത്. ഈ കുഞ്ഞുങ്ങളാണ് നമ്മളുടെ തലമുറയെ നിലനിർത്തുകയും നമ്മളുടെ പരമ്പരകൾ നമുക്ക് നൽകുകയും ചെയ്യുന്നത്. ഇവിടെയാണ് അറേഞ്ച് മാരേജും ലവ് മാരേജും നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ടത്. അറേഞ്ച് മാരേജ് നമ്മൾ നടത്തുമ്പോൾ നമ്മളുടെ കുടുംബങ്ങൾ മുഴുവനും സന്തോഷത്തോടു കൂടി നിരന്തരം ചർച്ചകളും അന്വേഷണങ്ങളും നടത്തിയിട്ടാണ് നമ്മൾ ഇവിടെ വിവാഹം നടക്കുന്നത്. നേരെ മറിച്ച് നമ്മൾ ലവ് മാരേജിലേക്ക് പോകുമ്പോൾ പലപ്പോഴും നമ്മളുടെ കുടുംബക്കാരെ പ്രീതി സമ്പാദിക്കാനോ അവരുടെ സഹായങ്ങളും അതോടൊപ്പം തന്നെ അവരുടെ അനുഗ്രഹങ്ങളും നമുക്ക് നേടാൻ സാധിക്കാറില്ല. അതിനേക്കാളും ഉപരി നമ്മൾ ഒരുപാട് ആളുകളെ വേദനിപ്പിച്ചിട്ടും അവരെ ഇടങ്ങറും പ്രയാസത്തിലേക്കും കൊണ്ടുപോയിട്ടായിരിക്കും നമ്മൾ ഈ വിവാഹം നടത്തിയിട്ടുണ്ടാവുക. ഇതിൻ്റെ പ്രശ്നം നമുക്ക് ആ സമയത്ത് നമ്മൾ ആ ഒരു എനർജിയിലായതുകൊണ്ട് തന്നെ ആരെന്ത് പറഞ്ഞാലും നമ്മൾക്ക് കേൾക്കാൻ കഴിയാതിരിക്കുകയും ആ തീരുമാനവുമായി മുന്നോട്ട് പോവുകയും ചെയ്യും. തുടർന്ന് അങ്ങോട്ട് ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യത്തിലേക്ക് പോകുമ്പോൾ പലപ്പോഴും മുറുമുറുപ്പുകളാണ് സംഭവിക്കാറ്. എൻ്റെ അടുത്ത് വന്ന ഒരു കേസ്, 8 വർഷത്തോളം പ്രേമവിവാഹമായിരുന്നു. തന്നെക്കാളും 2 വയസ്സിന് അധികമുള്ള ഒരു സ്ത്രീയെയാണ് അവൻ വിവാഹം കഴിച്ചത്. അങ്ങനെ അവരുടെ ജീവിതങ്ങൾ അങ്ങനെ കടന്നുപോയി. അവർക്കിപ്പോൾ 2 കുഞ്ഞുങ്ങളുണ്ട്. ഒരു മൂത്ത കുട്ടിക്ക് ഏകദേശം 11 വയസ്സായി, രണ്ടാമത്തെ കുട്ടിക്ക് 6 വയസ്സുമായി. പക്ഷേ ഇവർ അറിയാതെ തന്നെ ഇവർ ഇപ്പോൾ മാനസികമായി അകന്നിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ബാക്കിലൂടെ നമ്മൾ സഞ്ചരിച്ച് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ വൈഫിൻ്റെ ഫാദർ ഈ സങ്കടം മുഖാന്തരം മരണപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇവർ തമ്മിലുള്ള ഈ പ്രശ്നം മുന്നോട്ട് വന്നപ്പോൾ ഇവൾ ഒരു അബോർഷൻ നടത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇവൻ വളരെ ടയേർഡാവുകയും മാനസികമായിട്ട് ഒരുപാട് ഇടങ്ങളിലേക്കും പോവുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അവർ അറിയാതെ തന്നെ അകന്നാണ് ജീവിക്കുന്നത്. ഈ അകന്നു ജീവിക്കുന്ന ഈ ആളുകൾ നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് ആളുകളുണ്ട്. സത്യം പറഞ്ഞാൽ അവർക്ക് സമൂഹത്തിനോടോ കുടുംബത്തിനോടോ ഒന്ന് തുറന്നു പറയാൻ പോലും സാധിക്കില്ല. കാരണം അത്തരം ആളുകളെയും ഇടങ്ങളിലും പ്രയാസവും പെടുത്തിയിട്ടായിരിക്കും ഇവർ വിവാഹം ചെയ്തിട്ടുണ്ടാവുക. അതുകൊണ്ട് തന്നെ ആ ഭർത്താവോ ഭാര്യയോ എന്ത് ചെയ്താലും രണ്ടും സംഭവിക്കാം. നമ്മൾ ആണ് മാത്രമല്ല ഈ വൈഫിനെ ഇടങ്ങറാക്കുക, പെണ്ണ് മാത്രമല്ല ആണിനെയും രണ്ടും സംഭവിക്കാം. ഇങ്ങനെ ഇവരെന്ത് ചെയ്യും? ആരോടും പറയാതെ ജീവിതം തള്ളി നീക്കി ഒരു റൂമിൽ പരസ്പരം അകന്ന് തിരിഞ്ഞു കിടക്കുകയോ അല്ലെങ്കിൽ ആളുകളുടെ മുന്നിൽ ഭാര്യയും ഭർത്താവായി അഭിനയിച്ച് തീർക്കുകയുമാണ് ചെയ്തത്. ഇത് ലാസ്റ്റ് ഡിപ്രഷനിലേക്കും മദ്യപാനത്തിലേക്കും ലഹരി ഉപയോഗത്തിലേക്കും പെണ്ണിന്റെ ഭാഗമാണെങ്കിൽ അത് ആത്മഹത്യയിലേക്കും അവസാനിപ്പിക്കും. ഇതിനെല്ലാം പരിഹാരമായിട്ട് നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ സംഭവിച്ച ആ ഒരു പ്രശ്നങ്ങളും അതോടൊപ്പം തന്നെ എവിടെയാണോ നമ്മളകത്ത് ക്ലിയർ ആക്കി എടുക്കേണ്ടത്. കാരണം പല പ്രശ്നങ്ങളും പുറത്തതിനേക്കാളും കൂടുതൽ നമ്മുടെ അകത്താണുള്ളത്. ഈ അകത്തുള്ള പ്രശ്നങ്ങളെ നമുക്ക് ക്ലിയർ ചെയ്ത് യഥാർത്ഥ ജീവിതത്തിലേക്ക് നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കും. നമ്മൾ ആ ഒരു യഥാർത്ഥ ജീവിതത്തിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ടുള്ള വിവിധ ടെക്നിക്കുകളും വിവിധ കാര്യങ്ങളും നമ്മൾ നൽകുന്നുണ്ട്. നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ആളുകൾ നിങ്ങൾക്കോ നിങ്ങളുടെ സ്വന്തം ജീവിതത്തിലോ എല്ലാം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ളവർക്കുണ്ടെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്ത് അവരെ യഥാർത്ഥ ജീവിതത്തിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. ഓക്കെ, താങ്ക് യു.